പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ പിടികൂടാനായി സ്ഥാപിച്ച കൂടിനടുത്തുള്ള നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഈ പ്രദേശത്തെ ആശങ്ക ഒഴിയുന്നില്ലല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? ഈ പുലിയെ പിടികൂടാനുള്ള ദൗത്യം അതെങ്ങനെ പുരോഗമിക്കും? അരിയം മണ്ണാർമല മേഖല മാസങ്ങളായി പുലിയുടെ ഭീതിയിലാണ്. അവിടെ പലവട്ടം പുലിയെ കണ്ട സാഹചര്യത്തിലാണ് ഇതിനെ പിടികൂടുവാൻ വേണ്ടി ഇരയെല്ലാം വെച്ച് കൂട് ഒരുക്കി വെച്ചത്. ഇതിനടുത്ത് തന്നെ നിരീക്ഷണ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറയ്ക്ക് സമീപത്തുകൂടെ 3 തവണയാണ് പുലർച്ചെ ഇന്ന് പുലി നടന്നുപോയ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പുലിയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടിന് അടുത്തേക്ക് പുലി പോയതുമില്ല. ഇത്തരത്തിൽ പുലിയുടെ ഒരു സ്ഥിരം സഞ്ചാര പഥമായിട്ട് ഈ ഒരു മേഖല മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നൽകുന്ന കാര്യം. ഈ പ്രദേശത്ത് നിരവധി കാടുപിടിച്ച മേഖലകളുണ്ട്. അവിടെയെല്ലാം തന്നെ പുലിയുടെ സാന്നിധ്യം പല സമയത്തായിട്ട് നാട്ടുകാർ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പലരും വാഹനത്തിൽ പോകുമ്പോൾ പുലിയെ കണ്ട് വീണ് അപകടത്തിൽ പെട്ടിട്ടുമുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ആശങ്ക തന്നെയാണ് ഈ പുലിയുടെ കാര്യത്തിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. നേരത്തെ വനം മന്ത്രിക്ക് വരെ ഈ ഒരു പ്രദേശവാസികൾ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരുന്നു. DFOയ്ക്കും ജില്ലാ കളക്ടർക്കും നൽകിയിരുന്നു. പക്ഷേ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചതല്ലാതെ മറ്റൊരു തരത്തിലുള്ള നടപടികളും ഇവിടെ ഉണ്ടായിട്ടില്ല. നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ ഈ പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കി ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അവർ ആവശ്യപ്പെടുന്ന സമീപനം ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് മണ്ണാർമല നിവാസികൾ. കാരണം മാസങ്ങളായിട്ട് പലതവണ ഈ പുലിയുടെ ദൃശ്യം ഈ ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടും പുലി ആ മേഖലയിൽ സ്ഥിരമായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടും അതിനെ പിടികൂടുവാൻ സത്വര നടപടികൾ വനംവകുപ്പ് കൈക്കൊള്ളുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് ഈ പ്രദേശവാസികൾ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. ആര്യ, CV അനുമോദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. KSRTC പ്രേമികൾക്ക് വ്യത്യസ്തമായ അനുഭവം പങ്കുവയ്ക്കുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന ഓട്ടോ എക്സ്പോയിൽ KSRTC സെൻട്രൽ വർക്ക്ഷോപ്പ് നടത്തുന്ന സ്റ്റോള്. ഒരു KSRTC ബസിന്റെ എല്ലാവിധ യന്ത്ര സാമഗ്രികളുടെ പ്രദർശനവും ഒപ്പം അവയുടെ പ്രവർത്തന രീതികളും വിശദീകരിക്കുന്ന സ്റ്റോൾ എക്സ്പോ സന്ദർശിക്കുന്നവർക്ക് ഒരു കൗതുക കാഴ്ചയാണ്. KSRTC ബസ് നമ്മൾ കണ്ടിട്ടുമുണ്ട്, അതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ബസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത്തരം അറിവ് പൊതുജനങ്ങളിലേക്ക് പകർന്നു നൽകിയാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന മോട്ടോ എക്സ്പോയിലെ KSRTC നടത്തുന്ന സ്റ്റാളിൽ. അത്തരം കാഴ്ചകളിലേക്ക് നമുക്ക് നോക്കാം. ഡ്രൈവിംഗ് അറിയാവുന്ന ഓരോരുത്തരും വാഹനത്തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരു KSRTC ബസിന്റെ യന്ത്രസാമഗ്രികളിലൂടെ വളരെ ലളിതമായി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് മോട്ടോ എക്സ്പോയിലെ ഈ സ്റ്റാൾ. ഒരു KSRTC ബസിന്റെ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വണ്ടിപ്രേമികളുടെ പ്രധാന ആകർഷണം. കൃത്യമായി വർക്ക് ചെയ്യുന്ന എഞ്ചിൻ എങ്ങനെയാണ് വീലുകൾ കറക്കുന്നതെന്നടക്കം ഇവിടെ വിശദീകരിക്കും. ഇത് ടാറ്റയുടെ ഇല്ലൻ പമ്പ് മോഡൽ എഞ്ചിനാണ്. ഇത് വന്നിട്ട് ഇതിന്റെ പമ്പാണ്, ഡീസൽ പമ്പ്, FI പമ്പ് എന്ന് പറയും. ഇതിൽ 6 നോസിൽ കൊടുക്കാനുള്ള ഡെലിവറി പൈപ്പ് കൊടുക്കാൻ പറ്റും. ഈ 6 നിന്നും ഡെലിവറി പൈപ്പ് കൊടുത്ത് ഇതാണ് എൻ്റെ ആട്ടോമെസർ. ഇതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കും. ഇതിൽ നിന്നും ഡീസൽ പ്രഷറിൽ ഡെലിവറി പൈപ്പ് വഴി വരികയും ഈ പിസ്റ്റണിൽ ഓരോ ടൈമിംഗ് ഉണ്ട്, ഫയറിംഗ് ഉള്ള ആ ടൈമിൽ ഡീസൽ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സ്പാർക്ക് ഉണ്ടാവും. സ്പാർക്ക് ഉണ്ടായിട്ട് ആ സ്പാർക്ക് ഉണ്ടെങ്കിൽ ഒരു പവർ ഉണ്ടായി. ആ പവറിന്റെ സഹായത്തോടെ പിസ്റ്റൺ പുറത്തോട്ട് ചാടും. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് പിസ്റ്റൺ ചാടുമ്പോൾ ഇവിടെ മുകളിലോട്ട് ഇല്ലേൻ, അതായത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ എന്ന് പറഞ്ഞാൽ ആ മോഷനെ ഇവിടെ റോട്ടറി മോഷൻ ആക്കും. ഇത് ക്രാങ്ക് റോട്ടറി മോഷൻ. ആ ക്രാങ്ക് നേരെ ഡ്രൈവ് ഫ്ലൈവീൽ കൊടുക്കും. ഫ്ലൈവീൽ നേരെ ഗിയർ ബോക്സ് വഴി ജോയിന്റ് വഴി വണ്ടി ബാക്കിലോട്ട് പോയി വണ്ടി മൂവിങ് ആവും. ഇത്തരത്തിൽ കറങ്ങുന്ന വീലുകളെ നിർത്തുന്ന ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള ബ്രേക്കിംഗ് സംവിധാനം, അവയുടെ പ്രവർത്തന രീതികളും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു എയർ ബ്രേക്ക് സിസ്റ്റമാണ്. ഇത് നമ്മളെ KSRTC ഇല്ല, നമ്മളെ സെൻട്രൽ സ്റ്റാഫുകൾ ഒരു ടീമായിട്ട് ചെയ്ത സിസ്റ്റമാണ്. ഇത് വർക്കിംഗ് ആണ്, എയർ ബ്രേക്കിന്റെ വർക്കിംഗ് സിസ്റ്റമാണ്. ഇത് നമുക്കിപ്പോൾ പെഡൽ പിടിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് DV വാൽവ്. നമ്മൾ ബസ്സിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇതിലാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. ഈ പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് ടാങ്കിലുള്ള എയർ ഇതിൽ നിൽക്കും. ഇതനുസരിച്ച് നമുക്കുള്ള ഈ ബ്രേക്കുകൾ വർക്കാവും. KSRTC ബസിന്റെ ഹോൺ, ഇൻഡിക്കേറ്റർ തുടങ്ങിയ മുഴുവൻ ഇലക്ട്രിക്കൽ വശങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഇവയുടെ ശബ്ദമടക്കം ഉൾപ്പെടുത്തിയുള്ള മോഡൽ വഴി ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ജീവനക്കാർ വിശദീകരിക്കും. ഇത് വണ്ടിയുടെ ഫുൾ വയറിംഗ് സിസ്റ്റമാണ്. ഇത് നമ്മൾ ബാറ്ററി കട്ട് ഓഫ് നിന്നാണ് തുടങ്ങുന്നത്. തുടങ്ങി സ്റ്റാർട്ടർ, ആൾട്ടർനേറ്റർ വെച്ചാണ് ബാറ്ററി നമ്മൾ തിരിച്ച് ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം മീറ്ററുകളാണ്. ആംബിയർ മീറ്റർ, സ്പീഡോമീറ്റർ, ഇങ്ങനെ മീറ്ററുകൾ എല്ലാം നമ്മുടെ വണ്ടിയിലുള്ള എല്ലാ സിസ്റ്റവും വയറിങ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. KSRTCയുടെ മെക്കാനിക്കുകൾ വളരെ ചുരുങ്ങിയ ചെലവിൽ നിർമ്മിച്ച വോൾവോ ബസ്സുകളുടെ ഗിയർ ബോക്സ് അഴിക്കാനുള്ള മെഷീൻ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മൾട്ടിപർപ്പസ് ഗിയർ ബോക്സ് ലിഫ്റ്ററാണ് ഈ സാധനം. ഇതിൽ നമുക്കിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്കാനിയ ബസ്സുകളുടെ ഗിയർ ബോക്സ് ഉയർത്താനും താഴ്ത്താനും വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ ബ്രാക്കറ്റ് നമുക്ക് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ടാറ്റ, ലൈലൻഡ്, ഐഷർ എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ